ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് തരുന്നത് എന്ന് നോക്കാം. ഇന്ന് പ്രപഞ്ചശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇന്ന് പ്രപഞ്ചശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം സുഹൃത്തുക്കളെ. ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ജസ്റ്റിസ്, സെവൻ ഓഫ് സോർഡ്സ് റിവേഴ്സ്, നൈസ്, ജഡ്ജിമെന്റ്. ബോട്ടം ഓഫ് ഡെക്ക് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രങ്ങളുടെ ബേസിക് ഐഡിയ നോക്കാം. ഇവിടെ ബോട്ടം ഡെക്കായി ലഭിച്ചിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. വളരെ അതിമനോഹരമായ കാർഡുകളാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നക്ഷത്രങ്ങളുടെ ബേസിക് ഐഡിയ തരാം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം, കന്നി രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര, മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ ഇവിടെ പ്രസൻ്റായി കാണാം. നമുക്ക് ആദ്യം ലഭിച്ചത് പെൻഡിക്കിൾസ് എനർജി ആയതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്വേർഡ്സ് എനർജിയാണ്. വായുരാശികളായ മിഥുനം, തുലാം, കുംഭം. അതിൽ മിഥുനത്തിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം. തുലാമിൽ വരുന്ന ചിത്തിര, ജ്യോതി, വിശാഖം. കുംഭം, അവിട്ടം, ചതയം, പോരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഇവിടെ പ്രസന്റ് ആണെന്ന് കാണാം. പിന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കപ്സ് എനർജിയാണ്. കപ്സ് എനർജിയിൽ വരുന്ന കർക്കിടകം, വൃശ്യം, മീനം. കർക്കിടകത്തിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം. വൃശ്യരാശിയിൽ വരുന്ന വിശാഖമരിഴം, തൃക്കേട്ട. മീനം രാശിയിൽ വരുന്ന പോരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളും ഇവിടെ പ്രസൻ്റായി കാണാം. ബാക്കി ഉള്ളവർ കാണണ്ട എന്നല്ല, ഇവിടെ അവരുടെ എനർജി നമുക്ക് ഈ പറഞ്ഞ നക്ഷത്രങ്ങളുടെ എനർജി കൂടുതലായി കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്കും കാണാം, തീർച്ചയായും കാണാം. അവരുടെ നിങ്ങളുടെ കാണുന്നവരുടെ എല്ലാവരുടെയും എനർജി നമുക്കിവിടെ തീർച്ചയായും ലഭിക്കുന്നതാവും. അപ്പോൾ ഇനി നമുക്ക് എന്താണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഫലം എന്തൊക്കെയാണ് എന്ന് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികമായ സ്ഥിരത, നിങ്ങൾക്ക് ജോലിയിൽ മുന്നേറ്റം, പ്രമോഷൻസ് എന്നിവ പ്രതീക്ഷിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി, വരുമാനമാർഗം എന്നിവ വന്നു ചേരുന്നതിനുള്ള സാധ്യതയും കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ നീതി നിഷേധിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ബലം ഉള്ള രാശികളായി കണക്കാക്കപ്പെടുന്നു. ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് നീതി, നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് തന്നെ ആയാലും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ ബന്ധങ്ങളാകാം, നിങ്ങളുടെ സാമ്പത്തികമാകാം, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് തീർച്ചയായും ഒരു നീതി ലഭിക്കുക തന്നെ ചെയ്യും. എന്ത് വേദനിപ്പിക്കുന്ന സാഹചര്യമായിരുന്നോ നിങ്ങളുടെ മുന്നിൽ ഒരു തടസ്സമായി നിന്നിരുന്നത്, ആ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് മുന്നോട്ട് അതിനെ തട്ടിമാറ്റി പോകാൻ സാധിക്കുക തന്നെ ചെയ്യും. ആ തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിക്കും. ആ ഒരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. മുമ്പുണ്ടായിരുന്ന എന്ത് തരം ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും, സാമ്പത്തികം, ബന്ധങ്ങളിലെ ആയാലും എന്ത് തന്നെ ആയാലും, നിങ്ങളുടെ ഒരു പുനർജന്മം, ഒരു റീബർത്ത്, ജഡ്ജിമെൻ്റാണ്. ജഡ്ജിമെൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച അവസരങ്ങൾ, അല്ലെ എന്തെങ്കിലും നിങ്ങൾക്ക്
മറ്റുള്ളവരാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അതിനേക്കാൾ മികച്ചതും അതിനേക്കാൾ വലിയ ഒരു പുരോഗതി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഫാമിലിക്കൊപ്പം ഒരു വളരെ നല്ല ദിവസമായി, വളരെ നല്ല ദിവസങ്ങളായി ഇനിയുള്ള ദിവസങ്ങളും, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ഫാമിലിക്കൊപ്പം വളരെ നല്ല രീതിയിൽ സന്തോഷമായി ഒരു ഒത്തുചേരൽ, പങ്കുചേരൽ ഇവ സാധ്യമാണ്. നിങ്ങളുടെ സാമ്പത്തികമായി നിന്ന ഞെരുക്കങ്ങളൊക്കെ മാറി പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് വന്നു ചേരും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ തീർച്ചയായും ലഭിക്കും. സാമ്പത്തിക പുരോഗതി കൈവരാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നീതി, ബന്ധങ്ങൾ, പണങ്ങൾ അവ തിരിച്ചു വരാൻ ഈശ്വരൻ കൽപ്പിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും, പണമായാലും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കണമെന്ന് സർവേശ്വരൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും. നീതി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് ആ നീതി ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇന്നത്തെ കാർഡുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത് നിങ്ങളുടെ ഒരു പുനർജന്മം പോലെ ആയിരിക്കും. മുന്നോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ തടസ്സങ്ങളെ നിങ്ങൾ പരിപൂർണമായും തട്ടിമാറ്റി അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അതിശക്തമായി നടന്നു പോവുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും സാമ്പത്തികമായ മുന്നേറ്റം, സ്ഥിരത എന്നിവ കൈവന്ന് ചേരുന്നതാവും. തീർച്ചയായും സ്റ്റേ പോസിറ്റീവ്, ബി ഹാപ്പി. ഓക്കെ.